ഓ ഇപ്പൊ മനസ്സിലായ. ഓ ഡാഡിയുടെ കയ്യിൽ വന്നിരുന്ന് നമ്മുടെ സെനഗൽ ഫുഡ് കഴിക്കണമൊക്കെ. ഓക്കെ, ഈ ബാക്കൊക്കെ ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ്. മുട്ടയ്ക്ക് ഇടോ തിരിയോ? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ഞാൻ നിങ്ങളുടെ നിജിൻ. അപ്പോൾ ഇതേ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോസ് ഒന്നും വരുന്നില്ല, നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഏവിയറിൽ എന്ത് സംഭവിച്ചു, മോൺസ്റ്റർ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് അല്ലേ ജോസുട്ടാ? അപ്പോൾ നമുക്ക് നേരെ പോകട്ടോ അങ്ങോട്ട്. അപ്പോൾ നമുക്ക് അതിന് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാം. ഈ ഒരു വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ, കാരണം ഒരുപാട് കിടിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏവിയറിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏവിയറുടെ മുന്നിലെത്തിയതേ നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഏവിയറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പേടിയുണ്ട്, എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ക്യാൻഡീസ് 1-2 പേര് നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കണ്ടില്ലേ, അവർ നമ്മൾ അറ്റാക്ക് ചെയ്യണതല്ല, ഇതേ കയറി വരുന്നു. അവർ ഗാർഡ് ചെയ്യണതാണ് കേട്ടോ. ഏകദേശം നമ്മളുടെ ക്യാൻഡീസ് എഗ് ചെയ്ത് അതിനുള്ള കുഞ്ഞുങ്ങളായിട്ടോ. അപ്പോൾ ദൈവന്മാർക്ക് നമുക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാം കേട്ടോ അതിന് തന്നെ. അപ്പോൾ ദൈവന്മാർക്ക് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യേണ്ട സമയമായിട്ട് കേട്ടോ. അതാണ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. എന്താ എന്താ പ്രശ്നം? വാ ഇങ്ങ് വാ. കടിക്കാനേ പറഞ്ഞ തന്നെ, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളവരുടെ കുഞ്ഞുങ്ങൾ എടുക്കുന്നു വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. ഇവിടെ തന്നെ ബ്രീഡായിട്ട് വിരിയട്ടെ എന്ന് വെച്ചു. ഓൾറെഡി ഇവരുടെ ബ്രീഡിങ് കഴിഞ്ഞു, കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാരൻസ് കേട്ടോ. കാരണം അനങ്ങാൻ സമ്മതിക്കില്ല എന്നെ, കണ്ടില്ലേ. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇവന്മാർ മുട്ടയിട്ട് വിരിച്ചേക്കണത്. നമ്മളുടെ റെഡ് ക്യാൻഡീസ് ആണ്. നോക്കിയേ ഉമ്മാരെ കളർ നോക്കിയേ. ഹലോ വരുമ്പോന്നേ ഉമ്മടാ, നല്ല റെഡായിട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൺകോണീറിൻ്റെ ഒരു ടൈപ്പാണ്. ഇവൻ്റെയൊക്കെ കളർ നോക്കി നിങ്ങൾ, ഭയങ്കര രസമായിട്ടുണ്ട്. ഇനി മോൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ഏജ് ആയിട്ടുള്ളവർക്ക്. അപ്പോൾ അഡൽട്ട് ഏജ് ആകുമ്പോഴേക്കും ഇവർക്ക് നല്ല കളറായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ സെനഗലുണ്ട് ഇവിടെ. സെനഗലേ എന്താണ് പറഞ്ഞു. അപ്പോൾ ഇവൻ നമ്മുടെ സെനഗൽ പാരറ്റ് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ് കേട്ടോ. നോക്കി എന്ത് രസമാണെന്ന് നോക്കി അവനെ കാണാൻ. എന്താണ് നല്ല രസമല്ലേ എന്നെ കാണാൻ? വന്നേ ഉമ്മതായോ. ഇതാണ്ട് നമ്മുടെ കുഞ്ഞൻ. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ അറിയാം, ഇവന് ഭയങ്കര വയ്യായിട്ട് ഇരിക്കുകയായിരുന്നു. ഇവനെ നമ്മൾ നല്ല രീതിയിൽ ടേമാക്കി നല്ല രീതിയിൽ ഹെൽത്തി ആക്കി എടുത്തു കേട്ടോ. നോക്കിയാൽ നല്ല കളറില്ലേ, നല്ല റെഡ് കളറില്ലേ. അവൻ പയ്യെ അതിനുള്ളിലേക്ക് ഇറങ്ങി പോട്ടെ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനുള്ള ആഡ് ചെയ്യാം കേട്ടോ. ഇതിനുള്ളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കും. ആ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ക്രോപ്പിലേക്ക് ഫുഡ് എടുക്കുന്നതാണോ നിങ്ങൾ കാണുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ ഏവിയറിൽ നടന്നേക്കുന്നത്. ദേ അടുത്ത ബ്രീഡിങ് പെയർ ദേ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഡാ ഹലോ, വന്നു. ഓൾറെഡി ഇവിടെ എഗ് ചെയ്തിരിക്കുകയാണ് അടുത്ത ബ്രീഡിങ് പെയർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റെഡ് ഫാക്ടറിൽ ഇറങ്ങിയ ഒരു ബേർഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ ഓൾറെഡി അവർ എഗ് ചെയ്ത് ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. എന്താണ് പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരിച്ചാണ് ഗാർഡിങ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും കടി കിട്ടും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നും കടി കിട്ടും. ഇനി ഇതേ ജോച്ചൂട്ടനെ കൊണ്ട് നമുക്ക് ഫുഡ് കൊടുപ്പിച്ചാലോ. എന്നാ തീറ്റ കൊടുത്തോ. എന്നാ ഓ എൻ്റെ കൈമ കടിക്കാനുണ്ടോ നോക്കുന്നേ. പക്ഷെ ഭയങ്കര സ്നേഹമുണ്ടോ അവന്മാർക്ക്. എന്നാ എന്താണ് മറന്നു തന്നെ. അതുപോലെ തന്നെ നമ്മുടെ നാണിക്കുട്ടൻ ഇവിടെ ഉണ്ട്. നാണിക്കുട്ടൻ ഇപ്പോഴും ഏകദേശം സൈക്കോ തന്നെയാണ്, കടിക്കാൻ വേണ്ടിയാണ് നോക്കണേ. എന്നാ ഇവർക്ക് ഫീഡ് ചെയ്യിപ്പിക്കാം കേട്ടോ. കൈ വെച്ച് കൊടുത്തോ. കൈ വെച്ച് കൊടുത്തോ ധൈര്യമായിട്ട് വെച്ച് കൊടുത്തോ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ അറിയാം, അവൻ ബ്രീഡ് ചെയ്ത് നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഈ അഗ്രഷൻ കാണിക്കുന്നത്. പക്ഷെ അവൻ കടിക്കില്ല. ഞാൻ കാണിച്ചതേ കണ്ടോ, ഈ അഗ്രഷൻ കാണിക്കൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര ടേംഡാണ്. നോക്കിയേ കണ്ടോ, അവൻ കടിക്കില്ല. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാണ്ട് അടുത്ത കേജിലേക്ക് പോവാം കേട്ടോ. ഡാഡിയുടെ കയ്യിൽ വന്നിരുന്ന് നമ്മുടെ സെനഗൽ ഫുഡ് കഴിക്കണ നോക്കി. ആ സെനഗലിന് കൊടുത്തോ.
നീ കൈ വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ, ഒന്നും ചെയ്യില്ല ചോദിച്ചിട്ടുണ്ട്. കടിക്കില്ല, അവരിങ്ങനെ ചെറിയ കൊക്കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും കേട്ടോ. നീ കണ്ടില്ലേ? എന്നാ എന്താ എന്താണ് ഇനി നമ്മുടെ അടുത്ത അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത കേജാണ് കേട്ടോ. അതൊരു വലിയ അപ്ഡേഷൻ ഉണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു നമ്മളുടെ പുതിയ ബ്രീഡിങ് സെറ്റപ്പ് കേട്ടോ. ഓക്കെ, ഈ ബാക്കൊക്കെ ഫുള്ള് നമ്മൾ ക്ലോസ് ചെയ്തേക്കാണ്. അവർക്ക് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ഫ്രണ്ടിൽ നമ്മുടെ ജാതിത്തോട്ടത്തിൻ്റെ അവിടേക്ക് ഫ്രണ്ട് എഴുതി കൊടുത്തിട്ട് നോക്കി ഇങ്ങനെ ബ്രീഡിങ് കേജസ് അടിച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ബേർഡിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ അടിച്ചേക്കുന്നത്. അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ബ്രീഡിങ് കേജസ് ആണ്. നോക്കി നല്ല രസമല്ലേ? ഇതിനുള്ള സൺലൈറ്റും വരും, അതുപോലെ തന്നെ അവരുടെ ബ്രീഡിങ് കേജ് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഈ കാണുന്നത് മൊത്തം ഇങ്ങനെ വൈൽഡായിട്ടുള്ള സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബ്രീഡിങ് ഭയങ്കരമായിട്ട് നടക്കും. അപ്പോൾ ഇതിനുള്ളിലേക്കുള്ള ബേഡ്സിനെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നുള്ളൂ. ഹലോ, ഇവിടെ ഒരാളെ നോക്കിയേ, നമ്മുടെ ഗ്രേ പാരറ്റ്സ് ആണ് കേട്ടോ. അവരും ബ്രീഡിങ്ങിന് കയറി ഓൾറെഡി. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ MJനെയാണ് കേട്ടോ. എം ജെ ഭയങ്കര സീനായിട്ടിരിക്കുക. എനിക്ക് കൈ കൊണ്ട് കൊടുക്കാൻ നല്ല പേടിയുണ്ട്. പേടിയെന്നല്ല, അവൻ അഗ്രഷനായിട്ടിരിക്കുക. ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വേണേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ ആ പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആൾ ഭയങ്കര സൈക്കോ മൈൻഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ട. അപ്പോൾ എനിക്ക് പേടിയല്ല, നമ്മൾ വെറുതെ കടി വാങ്ങിയിട്ട് കാര്യമില്ല ഇവരുടെ. അപ്പോൾ MJക്ക് നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകാം കേട്ടോ. എന്നാ MJ, ഓ എന്ത് രസമാണെന്ന് നോക്കിയേ, കയ്യിലെടുത്ത ആൾ ഭക്ഷണം കഴിക്കണേ കേട്ടോ. അതിന് കുറച്ച് സീഡ് മിക്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രേ പാരൻസിൻ്റെ ബ്രീഡിങ് ബയേഴ്സിനെ നമ്മൾ കോളനൈസ് ചെയ്തിട്ടേക്കാണ്. അവർ ഓൾറെഡി ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഇത് നമ്മുടെ ബെല്ലിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് നമുക്ക് ഇച്ചിരി ഫുഡ് വെച്ച് കൊടുക്കാം. അതുപോലെ പഴം വെച്ച് കൊടുക്കാം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? ഹലോ. അപ്പോൾ ഇവിടെ വേറൊരു ബ്രീഡിങ് പെയർ ഉണ്ട്. അടുത്ത ബ്രീഡിങ് പെയർ ഇവിടെയാണ്. അവൻ എന്തൊക്കെയോ ഒച്ചയും വെള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനും ഒരു പഴം വെച്ച് കൊടുക്കാം. എന്താണ്? ഹലോ, എന്താ പ്രശ്നം? എല്ലാം അടിപൊളിയല്ലേ? മുട്ടയ്ക്ക് ഇടോ, വിരിയോ? വീട്ടൊന്നും കാര്യമില്ല, മുട്ടയിടണം, വിരിയണ്ടേ? കുഞ്ഞുങ്ങളൊക്കെ വേണ്ട നമുക്ക്. ആ ബെല്ല ഭയങ്കര ഡേവുണ്ടാണ്ടോ നമ്മളായിട്ട്. പക്ഷെ എന്നാലും ഇവർ ബ്രീഡിങ് ടൈം ആയ കാരണം ഞാൻ വലിയ അഭ്യാസം കാണിക്കുന്നില്ല. പിടിച്ചാൽ നല്ല കടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. MJ അവിടെ ഏകദേശം നമ്മുടെ പഴം തിന്ന് തീരാറായി. കണ്ടില്ലേ എന്തൊരു സ്പീഡിലാണ് കഴിക്കണേന്ന് നോക്കിയേ. MJ ടാറ്റാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു വിട്ടുപിടിച്ചില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡൊക്കെ എന്തൊക്കെ ആയിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അവരെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണില്ല. കാരണം ഭയങ്കര പ്രൈവസി വേണ്ട ബേർഡ്സാണ് ഈ ഗ്രേ പാരറ്റ്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേർഡ്സാണ് വരാൻ പോകുന്നത്. ഇതാരെ പിന്നിൽ വന്നിരിക്കുന്നത്? റെഡാണോ? റെഡാണെങ്കിൽ കുഴപ്പമില്ല. ഓഞ്ചാണ്. പക്ഷേ ഈ സ്നേഹമൊന്നും നോക്കണ്ട, എന്നെ ചർക്കവും പുറക്കവും എന്ന് പറഞ്ഞ് കടിക്കും കേട്ടോ. എൻ്റെ ചെവിടൊക്കെ കടിച്ചത് പൊട്ടിച്ച് വെച്ചേക്കാം. ഞാൻ ഈ വഴിക്ക് പോയേന്. ആൾ വന്നു നോക്കിയേ കണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്നാണ്ടോ വന്നേ. അത് മെയിൽ ബേർഡും ഇത് ഫീമെയിൽ ബേർഡും ആണ് കേട്ടോ. എന്നടാ ഇവനാണ് കേട്ടോ ഫീഡ് ചെയ്യണ ബേർഡ്സിനെ. അടുത്തായിട്ട് നമ്മൾ പോകണ എങ്ങടാന്നറിയോ? നമ്മളുടെ മോൺസ്റ്റർ ടാങ്കിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ഒരു കിണ്ടിൽ സാധനം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഗ്രില്ലുകളൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. ഈ ഗ്രില്ലിട്ടേണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കര സീനാണ്. ആരാപ്പയ്മ ഒരു പ്രാവശ്യം അടിച്ചടി ഗ്രില്ല് തെറിച്ചു പോയി. അത്ര വലിപ്പത്തിട്ടോ നമ്മുടെ ആരാപ്പയ്മ. അപ്പോൾ നമുക്ക് പയ്യെ ഇതൊക്കെ ഒന്ന് മാറ്റാം. ഞാൻ മീനെ കാണിച്ചു തരാം. ഓ പണി കിട്ടി. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവന്മാർക്ക് ഫീഡ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറിയ വലിപ്പമൊന്നും അല്ല. അപ്പോൾ നമ്മുടെ ആരാപ്പയ്മയൊക്കെ താഴെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പുതിയൊരാളുണ്ട് നമ്മുടെ വീഡിയോയിൽ അല്ലേ? ആരത് പറഞ്ഞോടത്തേ? ദിസ് ഈസ് മൈ സെക്കൻഡ് ബോയ് അല്ലേ? എൻ്റെ ജോണുട്ടണ്ടാ.
അപ്പോൾ ജോണൂട്ടനുണ്ടെന്ന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ജോച്ചൂട്ടൻ മോളിൽ കയറിയിരുന്നോ? പേടിക്കരുതിട്ടാ, ഒന്ന് പിടിച്ചോ എൽഫി, ഒന്ന് ചേർന്ന് നിന്നോ. ഫസ്റ്റ് തന്നെ നമ്മളിത് അരാപ്പേമിക്ക് ഫുഡ് കൊടുക്കാൻ പോണ്. ഇപ്പം ജോച്ചൂട്ടിന് കൊടുക്കാൻ പറ്റില്ല, ഇപ്പം മനസ്സിലാവും എന്തുകൊണ്ടാന്ന്. ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പൻ. അയ്യോ ഓ ഇപ്പൊ മനസ്സിലായ എന്തുകൊണ്ടത് മനസ്സിലായ? അവിടെ ഒരു അരാപ്പ ഇപ്പൊ തീറ്റെടുത്ത് പോയതാട്ടോ. കണ്ട നമ്മുടെ ജോണൂട്ടനൊക്കെ പേടിച്ചിട്ടുണ്ട്. പേടിച്ചാ? ഒരു സീനും ഇല്ല അല്ലേ? അപ്പൻ്റെ മോനാണല്ലേ, ഒരു പേടിയില്ല അല്ലേ? ഓക്കെ, അരാപ്പയ്മയുടെ സൈസ് ഇപ്പൊ കാണിച്ചു തരാട്ടോ. കാണാൻ പറ്റണ്ടോ? ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ദേ ഇതാണ് കേട്ടോ നമ്മുടെ അരാപ്പയ്മ. എന്തൊരു സൈസാന്ന് നോക്കി. ഞങ്ങൾക്ക് അലിഗേറ്റർക്കാരന് ഫുഡ് കൊടുത്ത് നോക്കാം. അലിഗേറ്ററെ ഇങ്ങോട്ട് വാ. അലിഗേറ്റർ നല്ല സൈസ് വെച്ചാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ശരിക്കും പറഞ്ഞാൽ അരാപ്പയ്മേനേക്കാളും ഗ്രോത്ത് കിട്ടിയണത് നമ്മുടെ അലിഗേറ്റർക്കാരനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടാങ്കിൽ ഇവർ ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നീളം വെക്കണേക്കെ കൂടുതൽ ഉരുളാണ് കേട്ടോ, വണ്ണം വെക്കാണ്. നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഈ അരാപ്പയ്മയ്ക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ ഇട്ട് നോക്കാം കേട്ടോ. ദേ അരാപ്പയ്മ, എൻ്റെ മോനെ ആ സൈസ് നോക്കിയേ. 2 കൈ വെച്ച് കിട്ടില്ല, അപ്പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. അതാനാ ഓ നോക്കിയേ, കിട്ടിയാ? അത് കിട്ടിയില്ല. എൻ്റെ നോക്കിയേ അവൻ്റെ സൈസ് നോക്കിയേ നിങ്ങൾ. ഇത് അടുത്ത കാർ കേട്ടോ, നമ്മുടെ സെക്കൻഡ് കാറ്. ഓ കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം. അരാപ്പയ്മ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ ഇവർ മെയിൻലി ഓക്സിജനും കാര്യങ്ങളൊക്കെ ഈ പുറത്ത് വന്ന് എടുക്കുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കുന്ന ടൈപ്പ് ഫിഷസാണ്, നമ്മുടെ ബ്രാലൊക്കെ പോലെ തന്നെ. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു മറച്ചിൽ പറയും. ഇങ്ങനെ എല്ലാട്ടും പറയാം, ഈ ടാങ്ക് നല്ലോണം ഇളക്കി മറയ്ക്കാൻ. ഇത് നമ്മുടെ ചെറിയ അലിഗേറ്റർ കാറാണ് കേട്ടോ. ഇനി നമുക്ക് മിക്കതും നമ്മുടെ വലിയ അലിഗേറ്റർ കാറിൻ്റെ വിഷ്വൽ കിട്ടും, കാരണം ഇവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ മറിഞ്ഞു പോട്ടോ. അപ്പോൾ ആ ഒരു വിഷ്വലും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല വണ്ണുണ്ട് കേട്ടോ, നിങ്ങൾ ആ നീളം മാത്രം നോക്കണ്ട, നല്ല വണ്ണുള്ള ഫിഷാണ് കേട്ടോ. ദേ പയ്യെ 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 നോക്കിയ സൈസ് നോക്കി, എൻ്റെ ഹെഡിൻ്റെ സൈസ് നോക്കി. ഓ നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഏവിയറിയുടെ അപ്ഡേഷൻ. ഏവിയറിയിൽ നമുക്ക് കുറച്ച് ബേർഡ്സ് വരാനുണ്ട്. നിങ്ങൾക്ക് ഞാൻ ബ്രീഡിംഗ് ഫെസിലിറ്റി കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഏതാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ബേർഡ്സ് എന്ന് ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിലേ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് ആരെങ്കിലും ഗസ് ചെയ്യുമെന്ന് നോക്കട്ടെ. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മുടെ അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ നമ്മളിവിടെ കൊണ്ടുവരാൻ പോണേ. അതിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മോൺസ്റ്റർ ഫിഷസിൻ്റെ അപ്ഡേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ വെച്ച് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഈസ് നെജിൻ സൈനിങ് ഓഫ്. അതുപോലെ തന്നെ ജോച്ചൂട്ടൻ സൈനിങ് ഓഫ്. പറ ജോച്ചൂട്ടൻ. ജോസൂട്ടൻ സൈനിങ് ഓഫ്. ജോണൂട്ടാ ഡാ മോൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, സൈനിങ് ഓഫ് പറഞ്ഞേ. പറയോ? ഓക്കെ, ടക്ക് എന്ന് പോയിട്ട് ഫുമ്മിട് വരാം ഗൈസ്.